ശ്രീ വി ജെ മാത്യു മാരിടൈം ബോർഡിന്റെ മുൻ ചെയർമാനാണ് അദ്ദേഹം. ശ്രീ വി ജെ മാത്യു, ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളം ഒപ്പുവച്ചിരിക്കുന്ന കൺസഷൻ കരാറിന്റെ വയലേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പിന് അവരുടെ ഷെയർ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷന് കൈമാറണം എങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രയർ അപ്രൂവൽ ആവശ്യമാണെന്നിരിക്കെ അതുണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഇനി ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്? ശ്രീ എന്നോടല്ലേ? അതെ അതെ അതെ. ഇത് സംസ്ഥാന സർക്കാരും അദാനി തുറമുഖവുമായിട്ടുള്ള കരാർ പ്രകാരം 25% മേലെ ഓണർഷിപ്പ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 25 വരെ എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാമെന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അദാനി തുറമുഖം ഈ തുറമുഖം നടത്തുമ്പോൾ ഇപ്പോഴും MSC തന്നെയാണ് അവിടെ നടത്തുന്നത്. MSCയുടെ മുഴുവൻ കപ്പലുകൾ വരുന്നു, MSCയുടെ മുഴുവൻ കണ്ടെയ്നർ വരുന്നു. നമ്മുടെ കപ്പാസിറ്റിയുടെ 35,000 കണ്ടെയ്നർ കയറ്റാവുന്ന ആ യാർഡ് മുഴുവൻ MSC കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ, വേറൊരു കപ്പലും വന്നിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന് എന്ത് ലാഭം ഉണ്ടായിട്ടുണ്ട്, എന്ത് വരുമാനം ഉണ്ടായിട്ടുണ്ട്, അതൊന്നും നമുക്കറിയില്ല. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അവിടുത്തെ ഈ വരുമാനം അത് ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം മാരിടൈം ബോർഡാണ് അവിടുത്തെ കൺസർവേറ്ററെയും ഹാർബർ മാസ്റ്ററെയും ട്രാഫിക് മാനേജറെയും പൈലറ്റ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിലുള്ള വരുമാനം മാരിടൈം ബോർഡിനാണ്. അപ്പോൾ നമുക്ക് അദാനി തുറമുഖത്ത് സംസ്ഥാന സർക്കാരിന് മാരിടൈം ബോർഡിന് ഒരു നാവിഗേഷണൽ കൺട്രോൾ വരും. ഉദാഹരണത്തിന് കൊച്ചി തുറമുഖത്ത് വല്ലാർപാടൻ ടെർമിനലിൽ ആ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്താലും കൊച്ചി തുറമുഖത്തിൻ്റെയാണ് ഹാർബർ മാസ്റ്ററും ട്രാഫിക് മാനേജറും ഡെപ്യൂട്ടി കൺസർവേറ്ററും പൈലറ്റ്സും എല്ലാം. വരുമാനം മാത്രമല്ല, ഏത് കപ്പൽ വരണമെങ്കിലും പോകണമെങ്കിലും ഈ കൺസർവേറ്റർ അറിയാതെ പറ്റില്ല. ഇപ്പം നമുക്ക് ആർക്കും അറിയില്ല, സംസ്ഥാന സർക്കാർ പോലും ഇപ്പം ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ഒരു ഏജൻസിക്കും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു നിഗൂഢമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇപ്പം നടക്കുന്നത്. അവിടെ എത്ര കണ്ടെയ്നർ വരുന്നു, എത്ര കണ്ടെയ്നർ യാത്രക്ക് കാർഗോ വരുന്നു, ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഓഫീസറെയൊക്കെ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് മാരിടൈം ബോർഡാണ്, അതായത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അവർ ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അദാനി പോർട്ടിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് വേണ്ടാന്ന് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ 3 അക്ഷരക്കാരല്ല തീരുമാനിക്കേണ്ടത്. ഈ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി തുടങ്ങി താഴെയുള്ള തുറമുഖത്തെക്കുറിച്ചും ഒന്നും അറിയാത്ത ഉദ്യോഗസ്ഥർ എഴുതി പോകുന്നതാണ് തീരുമാനം. പലപ്പോഴും വകുപ്പ് മന്ത്രിമാർ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ നോക്കി കഴിഞ്ഞാൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ, അഹമ്മദ് ദേവർഗോവിൽ, വാസവൻ, ഇവർക്കൊന്നും തുറമുഖത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. ഞാൻ 1ഉം 2ഉം മന്ത്രിമാരുടെ ഇടയ്ക്ക് മാരിടൈം ബോർഡ് ചെയർമാനായിരുന്ന ആളാണ്. അതേസമയം മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളുണ്ട്, പഴയ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും. അപ്പോൾ ഇവർ പറയുന്നത് രണ്ടും സീരിയസ് ആയിട്ട് എടുക്കണം. LDFൻ്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം തുറമുഖ വിദഗ്ധനല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത കാര്യമില്ല ഇതിനകത്ത്. തുറമുഖത്തിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് അദ്ദേഹം പഠിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ മന്ത്രിയും അത് തന്നെയാണ്, അദ്ദേഹം വിഷൻ തന്നെ ആദ്യമത്താണ്. പക്ഷേ ഇതിനകത്ത് കൊച്ചി തുറമുഖം ചെയ്യുന്ന പോലെ ആദ്യം തന്നെ അതിൻ്റെ കൺട്രോള്, നാവിഗേഷണൽ കൺട്രോള് മാരിടൈം ബോർഡ് സ്റ്റേറ്റ് ഏറ്റെടുക്കണം. ഈ ഉദ്യോഗസ്ഥരെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് വരുമാനം കിട്ടും, അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അവിടെ കണ്ടെയ്നർ സ്കാനർ പോലുമില്ല. വല്ലാർപാടത്ത് ഇതുപോലെ വല്ലാർപാടൻ ടെർമിനലിൽ ദുബായ് പോർട്സ് കമ്മീഷൻ ചെയ്തിട്ട് 2-3 വർഷം അവിടെ കണ്ടെയ്നർ സ്കാനർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഹാജരായ ഒരു കേസിലാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് കണ്ടെയ്നർ സ്കാനർ അവിടെ വെക്കണമെന്ന് പറഞ്ഞ് കസ്റ്റംസ് കമ്മീഷണർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അതിനുശേഷമാണ് സ്കാനർ വന്നത്. ഇവിടെയും ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു അഫിഡവിറ്റിൽ അദാനി പോർട്ട് അവിടെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞു പോവുകയാണ്, നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് അവിടെ കണ്ടെയ്നർ സ്കാനില്ല, ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ആയതുകൊണ്ട് വേണ്ട. എന്ത് ട്രാൻസ്ഷിപ്മെൻറ്റ്? ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരു കപ്പൽ അതിനകത്ത് എന്താ കാർഗോ നമ്മളെങ്ങനെ അറിയും? അത് എങ്ങോട്ടോ പോകുന്നു, അത് ആരറിയും? ഇത് ഇന്ത്യയിൽ തന്നെയല്ലേ നടക്കുന്നത്. ഇവിടെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദാനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. അവരുടെ തന്നെ മറ്റ് തുറമുഖങ്ങളിൽ ഈ MSCയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇത് പക്ഷേ കേരള സർക്കാർ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു കരാറായത് കാരണം കേരള സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കേരള സർക്കാരിന് അത് കൊടുക്കാമല്ലോ. ഗവൺമെന്റ് ഇത് കൊടുക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം 2028 പോർട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു വാഗ്ദാനം അദാനിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നിരിക്കെ ഒരു കൺസിലിയേറ്ററി മോഡലല്ലേ ഗവൺമെന്റ് പോവുക? ഇതിപ്പോൾ അദാനി തുറമുഖം ഈ തുറമുഖം നടത്തിക്കോട്ടെ, അവിടെ കരാർ പ്രകാരം നടത്തിയിട്ടും 2 വർഷം കൊണ്ട് MSCയുടെ കപ്പൽ മാത്രമല്ലേ വരുന്നുള്ളൂ.
ഈ വേറൊരു ഷിപ്പിംഗ് ലൈൻ ഇപ്പോൾ മേഴ്സ്കിന് ഒരു പാർട്ണർഷിപ്പ് കൊടുത്താൽ അതിൻ്റെ ഉദ്ദേശം നമ്മൾ മറ്റ് ഷിപ്പിംഗ് കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടിയും കൂടാണ്. ഇതിപ്പോൾ വീണ്ടും MSCക്ക് കൊടുത്തോണ്ട് എന്താ ഫലം? അവരുടെ കണ്ടെയ്നർ അടുക്കി വെക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ കൺസോർഷ്യം ഇന്നലെ പല മീഡിയയിലും പറയുന്നത് കേട്ടു. 1, 2, 3 പല കമ്പനികളുമായിട്ട് MSCക്ക് കൺസോർഷ്യം പാർട്ണർഷിപ്പ് ഉണ്ട്. പക്ഷേ ആ പാർട്ണർഷിപ്പിൻ്റെ ഒരു കപ്പൽ ഇവിടെ വരുന്നില്ലല്ലോ. അത് മനസ്സിലാക്കൂ. കാരണം ഈ ഷിപ്പിംഗ് ട്രേഡിൻ്റെ താല്പര്യം ഒരു ഭാഗത്ത്, ടെർമിനൽ ഓപ്പറേറ്ററുടെ താല്പര്യം ഒരു ഭാഗത്ത്. പക്ഷേ ഇത് പബ്ലിക് മണിയല്ലേ. അഡാനി തുറമുഖം നടത്തിക്കോട്ടെ. ഗുജറാത്തിലും അവർ പ്രൈവറ്റ് പോർട്ടാണ്. ഗുജറാത്തിൽ നല്ല രീതിയിൽ കപ്പൽ സർവീസ് നടക്കുന്നുണ്ട്. അവിടെ MSC മാത്രമല്ല വരുന്നത്. ഞാൻ ഗുജറാത്തിലെ എല്ലാ പോർട്ടിലെയും കേസുകൾ ഹാജരാകുന്ന ആളാണ്. അവിടെ എല്ലാ കപ്പലും, ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നുള്ള കപ്പലുകൾ അവിടെ വരുന്നുണ്ട്. മുന്തരയും കൻലയിലും വരുന്നുണ്ട്, എന്നൂരും വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വിഴിഞ്ഞത്ത് ഇത്ര 2 വർഷമായിട്ട് അങ്ങനെ വരുന്നില്ല? വല്ലാർപാടത്ത് വരുന്നില്ലേ? അപ്പോൾ അതാണ് MSCയുടെ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഞാൻ പല ഇന്ത്യയിൽ തന്നെ പോർട്ട് ഓപ്പറേഷൻ നടത്തുന്ന, ടെർമിനൽ നടത്തുന്ന, ഷിപ്പിംഗ് നടത്തുന്ന പലരായിട്ട് സംസാരിച്ചു. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇതിൻ്റെ ബെനിഫിഷ്യൻ്റ് ആരാണ്? ഇതിൻ്റെ ബെനിഫിഷ്യൻ്റ് MSC മാത്രമാണ്. അഡാനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. അവർ വിചാരിച്ചാൽ എന്തും കൊണ്ടുവരാം. അപ്പോൾ അത്രമാത്രം അവരുടെ ശൃംഖല അത്ര വലുതാണ്. പക്ഷേ MSCയെ ഉൾപ്പെടുത്തുന്നത് അത് സ്ഥാപന താല്പര്യമാണ്, രാജ്യസുരക്ഷയ്ക്കും പബ്ലിക് എക്സ്ചക്കറിനും നഷ്ടമാണ്. സ്റ്റേറ്റിന് കൺട്രോളില്ല തുറമുഖത്ത്. ഇന്ത്യൻ തുറമുഖ ആക്ട് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ഇന്ത്യയിലെ എല്ലാ തുറമുഖത്തിനും ഭാഗം ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ മാരിടൈം ബോർഡിൻ്റെ കീഴിലാണ് എല്ലാ പോർട്ടും. തീർച്ചയായിട്ടും മേജർ പോർട്ട് മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ. അത് കേന്ദ്ര സർക്കാർ ഇറക്കിയ ആക്ടാണ്. ഇത് നടന്നു എന്ന് വിചാരിക്കുക. എന്തായാലും ഒരു മൂവ് ഉണ്ട്, അത് നടന്നു എന്ന് വിചാരിക്കുക. അത് കേരള ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാകുമോ? മുൻ മുഖ്യമന്ത്രി, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മത്സരക്ഷമത നഷ്ടമാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ മാത്രം MSC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൊണോപ്പൊളി ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വരില്ല. അതല്ലെങ്കിൽ അവർക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ മത്സരക്ഷമതയും അതുവഴി വികസന സാധ്യതയും കുറയുകയാണ് ചെയ്യുക എന്ന് മുൻ മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? മുൻ മുഖ്യമന്ത്രി അല്ല ആര് പറഞ്ഞാലും അത് ശരിയാണ്. കാരണം ഇപ്പോൾ തന്നെ 2 വർഷമായിട്ട് അഡാനി തുറമുഖം ഇത് കപ്പൽ സർവീസ് നടത്തുന്നു. ഇന്ന് വരെ വേറൊരു കപ്പൽ കമ്പനി വരുന്നില്ല. വരാത്ത കാര്യം അവിടെയുള്ള 30,000 കണ്ടെയ്നർ വെക്കാവുന്ന സ്ഥലം ഓക്യുപ്പൈഡാണ്. അവിടുത്തെ ടെർമിനൽ ഇപ്പോൾ 850 മീറ്ററാണ്. അത് അതിനകത്ത് 2 മദർ വെസലും ഒരു ചെറിയ വെസലും വരാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ 3 നോർമൽ വെസൽ വരാൻ പറ്റും. അത് തന്നെ മതി. പക്ഷേ കണ്ടെയ്നർ സ്പേസ് ഇല്ല അവിടെ. കണ്ടെയ്നർ വെക്കുന്ന MSCയുടെ MT കണ്ടെയ്നർ മാത്രമേ വെക്കുന്നത്. അപ്പം തുറമുഖം ആളുകളെ വിളിച്ചിട്ടല്ല വരുന്നത്. കൊച്ചിൻ പോർട്ട് ആരെയും ഫോൺ ചെയ്തിട്ട് വരുമെന്നല്ല പറയേണ്ടത്. ഇത് പോർട്ട് ഈസ് ഓപ്പൺ. ഹാർബർ എന്നാണ് പറയുക. ഹാർബർ എന്ന് പറഞ്ഞാൽ കപ്പലിന് വന്ന് ചരക്കിറക്കാനും പോകാനും അടിയന്തര ഘട്ടങ്ങളിലും വരാനുള്ളതാണ്. അതിനൊരു തുറന്ന മനസ്സോടുകൂടി ആ പോർട്ട് ഓപ്പറേറ്റർ നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ MSC മൊണോപ്പൊളി ആയിട്ട് 49% ഓപ്പറേഷനിൽ നടത്തി കഴിഞ്ഞാൽ, അതും കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് കണ്ടെയ്നർ വെക്കണ്ടേ? കണ്ടെയ്നർ വരണ്ടേ? ഇതിന് ലാഭം ആർക്കാം? അപ്പം ഒരു മത്സരബുദ്ധി നഷ്ടപ്പെടും, ഒരു മൊണോപ്പൊളി വരും. അത് സ്വാഭാവികമാണ്. അത് ഞാൻ പറയുന്നതല്ല. ഞാൻ ഷിപ്പിംഗ് ട്രേഡുമായിട്ട് ദൈനംദിന ബന്ധപ്പെടുന്ന ആളാണ്. അവരുടെയും കൂടെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ചാനലിൽ വർത്തമാനം പറയുമ്പോൾ മേഴ്സ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു. മേഴ്സ്ക് ഈ MSCയുമായിട്ട് കൺസോർഷ്യം പാർട്ണറാണോ? അത് 25-ൽ തീർന്നു. അവർക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവരെന്തുകൊണ്ട് ആദ്യത്തെ കാലത്ത് 2-3 കണ്ടെയ്നർ വന്നാല പിന്നെന്താ അവരുടെ കണ്ടെയ്നർ വരാഞ്ഞ ഇവിടെ? അപ്പം മൊണോപ്പൊളി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി പറഞ്ഞാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞാലും മൊണോപ്പൊളി ഒഴിവാക്കണം. കാരണം അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഇൻട്രസ്റ്റ് താല്പര്യപ്പെടും, ഷിപ്പിംഗ് ട്രേഡിൻ്റെ ഇൻട്രസ്റ്റ് ഹനിക്കപ്പെടും. അതാണ് വാസ്തവം. ശരി, വളരെ നന്ദി ശ്രീ വിജയ് മാത്യു. മുൻ മാരിടൈം ബോർഡ് ചെയർമാനാണ് വിജയ് മാത്യു.